യുഎഇയിലെ 7 എമിറേറ്റിലെയും കൊടിയടയാളങ്ങളെ ബന്ധിപ്പിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ സൈക്കിളിൽ യാത്ര ചെയ്ത ഒരു സാഹസികനെ പരിചയപ്പെടുത്തുകയാണ്. അക്ഷയ് പേരാവൂർ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഈ സൈക്കിൾ ഉപയോഗിച്ച യുഎഇയിലെ 7 എമിറേറ്റുകൾ 620 കിലോമീറ്റർ 4 ദിവസം കൊണ്ട് കവർ ചെയ്ത ഒരു മലയാളിയാണ് എൻ്റെ അടുത്തുള്ളത്, അനീസ്. ഹായ്. 4 ദിവസം കൊണ്ട് 620 കിലോമീറ്റർ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ദൂരമാണ് ട്രാവൽ ചെയ്യേണ്ടത്, ഒരുപാട് എനർജി വേണം. എന്തൊക്കെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസും, എങ്ങനെയാണ് ഈ ഒരു പ്ലാനിലേക്ക് എത്തുന്നത്? 7 എമിറേറ്റ്സ് റൈഡ് ചെയ്യുന്ന ആളുകൾ ചെയ്യുക. ഒരേ എമിറേറ്റ്സ് ഇപ്പോൾ അബുദാബി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടച്ചായി വരിക, ഇപ്പോൾ റസൽഖൈമ പോണ വഴിക്ക് മുൽക്കയും ജസ്റ്റ് ടച്ചായി പോവുക. ഈ രീതിയിലാണ് കൂടുതൽ ആളുകൾ റൈഡ് ചെയ്യുക. പക്ഷേ എനിക്ക് ഒരേ എമിറേറ്റ്സും ടച്ച് ചെയ്യണം, ഒരേ എമിറേറ്റ്സ് നമുക്ക് അടുത്തറിയണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫ്ലാഗ് പോയിന്റുകൾ ചൂസ് ചെയ്യാൻ കാരണം. എനിക്ക് ടൗണിലേക്ക് എൻ്റർ ആവണം, അതുപോലെ എക്സിറ്റ് ആവണം, എങ്കിൽ മാത്രമേ ആ ഫ്ലാഗ് പോയിന്റ് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്രത്തോളം എനിക്ക് ആ എമിറേറ്റ്സ് എനിക്ക് അത്രത്തോളം ഫീൽ ചെയ്യാം. എനിക്കിങ്ങനെ ഒരു വലിയ പ്ലാനൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ വീക്കിലി 100 കിലോമീറ്റർ ഞാൻ അടിക്കുമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 4 മാസം മുന്നെയാണ് ഞാൻ റോഡ് ബൈക്ക് വാങ്ങുന്നത്. ഗ്രാജുവലി ആണ് 100ലേക്ക് എത്തിയത്. ഞാൻ 50 അടിച്ചു, പിന്നെ 89 അടിച്ചു, അങ്ങനെ ഗ്രാജുവലി 100ലേക്ക് എത്തുകയാണ് ചെയ്തത്. ഞാൻ റൈഡ് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ കരുതണം, പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്, വെള്ളം, അതിന് വേണ്ട എനർജി സംഗതികളൊക്കെ ഞാൻ ഓൾറെഡി 100 കിലോമീറ്റർ തന്നെ ചെയ്യുന്നത് കൊണ്ട് അത് ഓൾറെഡി ഞാൻ ക്യാരി ചെയ്ത് അതിനോട് ഞാൻ യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക പ്രിപ്പറേഷൻ വേണ്ടി വന്നില്ല. എങ്കിലും സ്റ്റേ സംഗതികൾ, പോണ വഴിക്ക് പഞ്ചർ കിട്ടാം, അങ്ങനത്തെ സംഗതികൾ, പിന്നെ ക്ലൈംബ് ഉണ്ട്, അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എനർജി കീപ്പ് ചെയ്തത്? വളരെ സിമ്പിളാണ്. എൻ്റെ അടുത്ത് ആകെ 2 ബോട്ടിലാണുള്ളത്. ഒന്നിൽ നോർമൽ വാട്ടറും ഒന്നിൽ ഉപ്പും നാരങ്ങയും മിക്സാക്കിയ ഒരു വാട്ടറും. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഈന്തപ്പഴമായിരുന്നു. ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് പോകുന്ന വഴിക്ക് ഗ്രോസറി ബക്കാലാസ് കിട്ടുമ്പോൾ അവിടെ നിന്ന് വാങ്ങുന്ന ഓറഞ്ച്. ആക്ച്വലി ഇത് പറയാൻ കാരണം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ലോങ് ജേർണി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്ര റൈഡ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും ആകെ വന്നിട്ടുള്ളൂ, ഞാൻ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുള്ളൂ എന്ന് കരുതി വേറെ ഒന്നും കഴിച്ചില്ല എന്നല്ല. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു, രാത്രി ഭക്ഷണം കഴിച്ചു, രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പക്ഷേ പോകുന്ന റൈഡിൽ ഓൺ ദ വേ എനിക്ക് ഇത്രയും ഒരു എക്സ്ട്രാ എനർജീസ് ഇത്രയൊക്കെ ആണ് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഇത് തന്നെ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അനീസ് എവിടെയാണ് നാട്ടിൽ? ദുബൈയിൽ എത്ര വർഷമായി? എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ നാട്ടിൽ പെരുമ്പാവൂരാണ്. ഇവിടെ വന്നിട്ട് ഏകദേശം 8 വർഷമായി. ഞാൻ ദുബായിലൊരു കമ്പനിയിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാണ്. ഈ നാട്ടിൽ നിന്ന് ഈ സൈക്ലിംഗ് ഒരു പാഷൻ ആയിരുന്നു, അതോ ഇവിടെ വന്ന ശേഷമാണോ ഈ സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരുന്നത്? 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് ചെറിയ രീതിയിൽ റൈഡ് ചെയ്യായിരുന്നു. അതങ്ങനെ ഒരു സൈക്ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു റൈഡിങ് അങ്ങനെയുള്ള ലെവലല്ല. അന്നും എനിക്ക് ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, ഓരോ സ്ഥലങ്ങൾ കാണുക എന്നുള്ള ഉദ്ദേശത്തോട് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ട്, ചെറിയ ചെറിയ ഡിസ്റ്റൻസ്, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് ചെറുതാണെങ്കിലും അന്ന് എനിക്കതൊരു ഭയങ്കര വലുതായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ വീഗാലാൻഡ്, ഇങ്ങനെ ഞങ്ങൾ റൈഡ് ചെയ്യുമായിരുന്നു. എൻ്റെ ഇപ്പോൾ ഒരു നൂർ സുൽത്താൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പിന്നെ വേറെ 2 പേരും. ഈ ഒരു 4 ദിവസത്തെ ജേർണിയിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും, മറക്കാനാവാത്ത കുറച്ച് മെമ്മറീസ് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായി. ഈവൻ എൻ്റെ ക്ലബിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും, ഇപ്പോൾ എൻ്റെ കൂടെ എപ്പോഴും റൈഡ് ചെയ്യുന്ന എൻ്റെ പെഡൽ പാർട്ണറാണ് ഉസൈർ, അതുപോലെ രാജീവ് ഏട്ടൻ, ഇസാഖ് ഭായ്, ഹസൻ ക. ഇപ്പോൾ ഇവരുടെ അടുത്തുള്ള സപ്പോർട്ട് എനിക്ക് നിരന്തരം ഒരേ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെ ഇവൻ എൻ്റെ ഉമ്മ പോലെ എന്നെ വിളിച്ചിട്ട് ഓക്കെയല്ലേ മോനെ, സെറ്റല്ലേ, നീ എത്തൂട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ദുആ ചെയ്യുന്നുട്ടോ എന്നൊക്കെ. ഉമ്മ ശരിക്കും ഞാൻ തുടക്കത്തിൽ ഇവരൊന്നും സപ്പോർട്ട് ചെയ്തില്ല, അപ്പോൾ ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ വീട്ടിലൊന്നും അറിയിച്ചില്ല. പിന്നെ ഈ റീൽസ് കണ്ടപ്പോഴാണ് ഉമ്മയൊക്കെ അറിഞ്ഞത്. പക്ഷെ ഉമ്മ അങ്ങനെ ചോദിക്കുമാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് അതൊരു വല്ലാത്തൊരു ഫീലാണ്. ആലയിൽ നിന്ന് അബുദാബി പോകുന്ന വഴിക്ക് എനിക്ക് പഞ്ചർ കിട്ടിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് പഞ്ചർ ആക്ച്വലി അവിടെ നിന്നാണ്. അപ്പോൾ അതൊരു നൈറ്റ് നല്ല തണുത്ത കാറ്റ്, തണുത്ത ഒരു രക്ഷയില്ല, അറിയാം 160 റോഡാണ്. പക്ഷേ എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലബ്ബിലെ കേരള റൈഡേഴ്സ് ക്ലബ്ബിലെ ബിജോ ഭായ് അബുദാബിയിൽ നിന്ന്, ഞാൻ ആക്ച്വലി 80 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അബുദാബി ടു ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 80 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ നിന്ന് ആ റൈഡ് മൂപ്പര് ഡ്രൈവ് ചെയ്ത് എൻ്റെ അടുത്ത് വരികയായിരുന്നു. ഞങ്ങൾ തമ്മിൽ മുന്നേ പരിചയമൊന്നുമില്ല. ഫൈനലി ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ അബുദാബിയിലെ 1-2 ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം കേരള റൈഡേഴ്സ് നല്ലൊരു സ്വീകരണം തന്നെ എനിക്ക് അവിടെ നിന്ന് തന്നിരുന്നു.
അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പ്രത്യേക ഒരു മനസ്സിനൊരു തണുപ്പ് കിട്ടുന്ന ഒരു അനുഭവമായിരുന്നു അവരുടെ ഒരു സ്വീകരണം. ഞാൻ റൈഡ് പ്ലാൻ ചെയ്യുമ്പോൾ വൈഫ് ഇങ്ങനെ അത്ര സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഫുൾ ടൈം ഞാനിത് ഈ ഒരു മൈൻഡിലാണ്. അവൾ എന്ത് ചോദിച്ചാലും എൻ്റെ ഉള്ളിൽ. അപ്പോൾ അവൾ തന്നെ തമാശയ്ക്കൊരു ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്തേക്ക് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിനോട് പറയാണ്, ഇപ്പം അനീസിനിപ്പോൾ എനിക്കിപ്പോൾ എപ്പോഴും 7 Emirates ഉറക്കത്തിലും ഊണിലും 7 Emirates ചിന്ത മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ അവസാന സമയത്ത് ഞാൻ അബുദാബി ഫ്ലാഗ് പോയിന്റിലെത്തി ഇസാനെ ഫിനിഷ് ചെയ്തപ്പോൾ അവളെനിക്ക് ബൊക്കെയായിട്ട് വന്നിട്ടാണ് അവൾ എന്നെ സ്വീകരിച്ചത്. അത് ശരിക്കും ഞാൻ സർപ്രൈസായി പോയി. അവൾ ജസ്റ്റ് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ അവൾ പെട്ടെന്ന് ബൊക്കെയായിട്ട് വന്ന് എന്നെ സ്വീകരിച്ചപ്പോൾ അതൊരു വൻ മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഏറ്റവും ചെറിയ പ്ലാന് ജബൽ ജെയ്സ് 21 കിലോമീറ്റർ ഉണ്ട് ഏകദേശം. അപ്പോൾ അത് ഫുള്ള് പെഡൽ ചെയ്ത് ഏറ്റവും ടോപ്പിൽ ചെല്ലുക എന്നുള്ളതാണ് ഒരു ചെറിയൊരു ആഗ്രഹമായിട്ടുള്ളത്. എങ്കിലും ഓഫ് കോഴ്സ് നമ്മുടെ അടുത്ത് മനുഷ്യരാണ്. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് ഇറങ്ങി നമുക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വരുള്ളൂ. അതുപോലെ തന്നെ എനിക്കും ഒമാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പറ്റിയാൽ സൗദി പോകണമെന്നുണ്ട്. പക്ഷേ സൗദിയൊക്കെ അത്രയും ഡേയ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആക്ച്വലി ഇത്രയും ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഏരിയ ഏതായിരിക്കും? റൈഡ് ഒരു ഫീൽ ചെയ്യുന്നത് ശരിക്കും റാസൽ കൈമ മുതൽ തുടങ്ങി ഫുജിയറ എന്നൊക്കെയാണ് ശരിക്കും ഫീൽ ചെയ്ത് വരിക. മറ്റത് ലെവൽ റോഡുകളാണ്, നോർമൽ നമ്മൾ റൈഡ് ചെയ്യുന്ന ഫീലുള്ളൂ. ഫുജിയറയെന്ന് ശരിക്കും അലൈൻ പോകുന്ന വഴിക്ക് ഒരു 10 കിലോമീറ്ററിൻ്റെ ഒരു ക്ലൈംബ് ഉണ്ട്. അത് ശരിക്കും നല്ല ഒരു ഫീലാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ദൂരം ഇതുപോലെ സൈക്കിളിൽ യാത്ര ചെയ്യാൻ കഴിയട്ടെ, ഒരുപാട് ആഗ്രഹങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.